ഓക്കെ. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് പരിചയപ്പെട്ട രണ്ട് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്ന മുരിങ്ങയും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എലമെന്റ്സ് വെൽനസിൽ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള രണ്ട് ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ ഒരു ഉൽപ്പന്നം എന്ന് പറയുമ്പോഴും എലമെന്റ്സ് വെൽനസിന്റെ ഹെർബൽ ആന്റാസിഡ് എന്നൊരു പ്രൊഡക്റ്റ് ആണ്. നമുക്കൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴും നമ്മൾ ആസിഡുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് നമുക്ക് ശരിക്കും ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതായത് ഒരു ഉൽപ്പന്നമാണ് ഹെർബൽ ആന്റാസിഡ് എന്ന് പറയുന്നത്. നമുക്കിവിടെ നമുക്ക് ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ എന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അസിഡിറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് ആയിരിക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പൊടി, എന്തെങ്കിലും ഒരു ചെറിയൊരു പൗഡർ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് അത് കുടിക്കുന്നതായിരിക്കാം. അതിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ആയിരിക്കാം. പലപ്പോഴും പഠനങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴും അതൊക്കെ ഒരു അഡിക്റ്റീവ് ഫോമിലേക്ക് മാറാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇത് ച്യൂവബിൾ ടാബ്ലറ്റ് ആണ്. നമുക്ക് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാബ്ലറ്റ് ആയിട്ടാണ് നമ്മുടെ എലമെന്റ്സ് വെൽനസ് ബ്രാൻഡ്, അതായത് മൈ ലൈഫ് സ്റ്റൈലിന്റെ എലമെന്റ്സ് വെൽനസ് ബ്രാൻഡ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് അത്തരത്തിലുള്ള ഉൽപ്പന്നം ആ രീതിയിൽ കഴിക്കാവുന്ന അസിഡിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നം ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഇറക്കിയിട്ടുള്ളത് നമ്മുടെ എലമെന്റ്സ് വെൽനസ് തന്നെയാണ്. അത് ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈ ജിഞ്ചർ ഉണ്ട്, അതുപോലെ തന്നെ അമൽക്കൈ, അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഈ ഇൻഗ്രീഡിയനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടില്ല. നമുക്ക് ഈ ഡൈജഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്റ്റൊമക്കിന്റെ ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഒന്നാമത് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഡൈജസ്റ്റീവ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉൽപ്പന്നം ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗുഡ് ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ലൈഫ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗ്യാസ് ഫോർമേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഗ്യാസ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ബാഡ് ബ്രീത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് വായനാറ്റം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ബ്ലോട്ടിങ്, വീർത്ത് നിൽക്കുന്ന നമ്മുടെ ശരീരം, നമ്മുടെ കുടവയറൊക്കെ വീർത്ത് നിൽക്കുന്ന സാഹചര്യമൊക്കെ പലപ്പോഴും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഹെർബൽ ആന്റാസിഡ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാവുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്ന് നോക്കുവാണെങ്കിൽ, ഒന്നാമത്തത് നമ്മൾ ഇത്തരത്തിലുള്ള ബ്ലോട്ടിംഗ് പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അത്തരം സിംറ്റംസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഡിക്ഷൻ ഉണ്ടാവുന്നില്ല ഈ ഉൽപ്പന്നം കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട്. അത്തരത്തിലുള്ള വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല. മാത്രം നമ്മളെ ഡയഷൻ പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. കാരണം അത്തരം ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്നില്ല. കാരണം ഈ പ്രൊഡക്റ്റിന്റെ ഒരു ഫോമർ എന്ന് പറയുമ്പോഴും നമ്മളെ ഡാബറൊക്കെ ഫോം ചെയ്തിട്ടുള്ള, അതൊക്കെ നിർമ്മിച്ചിട്ടുള്ള DBN നാരായണ സാറാണ് ഈ പ്രൊഡക്റ്റും ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ അവർക്കുണ്ട്. അപ്പൊ ഇതിൽ ഡോസേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേമിലേക്ക്, അതായത് ഒരുപാട് ക്രോണിക് അസിഡിറ്റി പോലുള്ള പ്രശ്നമുള്ളവർക്ക് ഒരു ടാബ്ലറ്റ് ഭക്ഷണത്തിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നമുള്ളതാണെങ്കിൽ 2 മുതൽ 4 വീക്ക് വരെ ഇത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നോർമൽ ആയിട്ടുള്ള അസിഡിറ്റി ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു ടാബ്ലറ്റ് ഒരു ദിവസം എടുത്താൽ മതിയാകും. അത് 1 മുതൽ 2 ആഴ്ച വരെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളൊന്നും ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. മാത്രമല്ല, ഒരു 3 ടാബ്ലറ്റിന് മുകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, ആസിഡിറ്റി, നെഞ്ചരിച്ചൽ, പുളിച്ചതേട്ടുള്ള പോലുള്ള പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ആളുകൾക്ക് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉൽപ്പന്നം ഉള്ളത്. ഇത് ഒരു മരുന്നോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ചൂവ് ചെയ്യാൻ പറ്റും, ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്നൊരു ടാബ്ലറ്റ് മാത്രമാണ്. നമുക്ക് ഈ ഒരു ഉൽപ്പന്നത്തെ പറ്റി ഇതിൽ കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട് നമുക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമന്റ് ചെയ്താൽ മതി, നമ്മളെ റിപ്ലൈ തരുന്നതായിരിക്കും.